ക്രിസ്മസ് സന്ദേശം നൽകുന്നതിന് വേണ്ടി നമ്മുടെ കൊച്ചച്ഛൻ വന്നിട്ടുണ്ട്. അച്ഛനെ ഈ വേദിയിലേക്ക് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് നല്ല ഐശ്വര്യമുണ്ട്. അവസാനത്തെ സെലിബ്രേഷനാണ് ഇന്നത്തെ. ഒരു 7ാമത്തെ യൂണിറ്റിലാണ് പോകുന്നത്. അതിലൊരു 4 സ്ഥലത്ത് ക്രിസ്മസ് സെലിബ്രേഷൻ ആയിരുന്നു. നമുക്ക് ചെറിയ തണുപ്പോടുകൂടി മഴയൊക്കെ പെയ്ത് സെലിബ്രേഷൻ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി. അപ്പോൾ എല്ലാവരും ക്രിസ്മസ് അടിപൊളിയാക്കല്ലേ? ക്രിസ്മസ് യാതൊരു കാരണവശാലും അടിപൊളിക്ക് ഒരു കുറവ് വരുത്തരുത്. ഞാൻ എല്ലാവരോടും പറയും, എല്ലാവരും വീടുകളിൽ പുൽക്കൂട് ഉണ്ടാക്കണം, സ്റ്റാർ ഇടണം, കളർഫുള്ളാക്കണം ക്രിസ്മസ്. അങ്ങനെ ആക്കല്ലേ? അതിൽ യാതൊരു കുറവും നമ്മൾ വരുത്തരുത്. ചിലര് പറയും ഇങ്ങനെ മരിച്ച കാരണം ചെറിയ പാലയം ഇതൊക്കെ തന്നെയായാലും ചെറിയൊരു പുൽക്കൂട് നമ്മുടെ വീടിന്റെ ഉള്ളിലെങ്കിലും ഉണ്ടാക്കണം. നമ്മള് ഈ ക്രിസ്മസ് നന്നായിട്ട് ആഘോഷിക്കുക വേണം. 3 കാര്യങ്ങൾ പറയാണ്. ഒന്ന്, ക്രിസ്മസ് ദൈവം നമ്മുടെ കൂടെ വന്നതിന്റെ ഒരു ഓർമ്മയാണ്. അതുപോലെ ദൈവം നമ്മുടെ കൂടെ ഉള്ള പോലെ നമ്മൾ ദൈവത്തോടൊപ്പമാണോ എന്ന് ചിന്തിക്കാനും ധ്യാനിക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. രണ്ടാമതായിട്ട് ഇത് എളിയവർക്ക് കിട്ടിയ വലിയൊരു സന്ദേശമാണ് ഉണ്ണീശോ പുൽക്കൂട്ടിൽ ജനിച്ചെന്നുള്ളത്. ആട്ടിടയന്മാരാണ് ആദ്യമായിട്ട് ഉണ്ണീശോയെ കാണാനായിട്ട് പോയത്. അപ്പോൾ എളിമയുള്ളവരാവുക, മറ്റുള്ളവരെ പരിഗണിക്കുക, എല്ലാവരെയും സ്നേഹിക്കാനായിട്ട് പരിശ്രമിക്കുക. മൂന്നാമതായിട്ട് ഇത് പ്രകാശത്തിന്റെ കൂടി വലിയൊരു തിരുനാളാണ്. ലോകത്തിന്റെ പ്രകാശമായ ഈശോ നമ്മിലേക്ക് വന്ന തിരുനാളാണ്. അപ്പോൾ നമുക്ക് കത്തിച്ചെന്ന ആ തിരിയില് മാമോദീസയില് ആ തിരി നമ്മുടെ ജീവിതാവസാനം വരെ നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കുന്നതാണ്. മറ്റുള്ളവർക്ക് വെളിച്ചങ്ങളാകാം, മറ്റുള്ളവർക്ക് ഈശോയിലേക്കുള്ള മാർഗദീപങ്ങളായിട്ട് മാറാനായിട്ട് ക്രിസ്മസ് നമുക്ക് അനുഗ്രഹമാവട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു. നിങ്ങളിങ്ങനെ ഒരു പ്രത്യേകം ഒരു ക്രിസ്മസ് ഒരു സെലിബ്രേഷൻ കഴിഞ്ഞ ആഴ്ച, എന്നാലും സ്പെഷ്യലായിട്ട് ഒരു സെലിബ്രേഷൻ കൂടി വെച്ചതിൽ വലിയ സന്തോഷം. നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ്മ സ്നേഹം നമുക്ക് ബാക്കിയുള്ള പരിപാടികൾ ഡാൻസ്. ഒരു ഗ്രാമത്തിൽ ഒരു ധനവാസത്തിൽ കുളിരും രാവിൽ പാർത്തിരുന്നു രാജപാലകർ. ദേവനാദം കേട്ടു ആമോദന രാജികൾ വിരയും രാവിൽ വെള്ളിമേഘങ്ങൾ രാജകുമാരിയോടൊത്തന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ, തിങ്കൾ കലപാടി ഗ്ലോറിയ. താരകം തന്നെ നോക്കി ആട്ടിടയൻ നടന്നു, താരകം തന്നെ നോക്കി ആട്ടിടയൻ നടന്നു. മുന്നിൽ കണ്ടു, മുന്നിൽ കണ്ടു, രാജാതിരാജന്റെ പൊൻതിരുമേനി, രാജാതിരാജന്റെ പൊൻതിരുമേനി. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനവാസത്തിൽ കുളിരും രാവിൽ പാർത്തിരുന്നു രാജപാലകർ. ദേവനാദം കേട്ടു ആമോദനായി.